അങ്ങനെ നമ്മുടെ ആദിയെയും കൂട്ടി നമ്മുടെ രേവതി വന്നിരിക്കുകയാണ്, ചന്ദ്രാലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് തീരെ ദഹിക്കുന്നില്ല. ചന്ദ്രമതി എങ്ങും പെരളാതെ ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കുകയാണ്. അച്ചമ്മ വിടോ. എന്തായാലും അതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയണം, എടി നിൻ്റെ താലിയൊക്കെ പൂജിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. താലി മാറ്റി കെട്ടിയെന്ന് പറഞ്ഞ് നിൻ്റെ രാശി നേരാവോ? നിൻ്റെ രാശിയാണ് എല്ലാത്തിനും കാരണം, അല്ലാതെ ഈ താലിയൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി രൂക്ഷമായിട്ട് ഇങ്ങനെ രേവതിയെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ്. രേവതിക്കാണെങ്കിൽ ആകെ സങ്കടമാവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി നന്നായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ശ്രുതിയുടെ വീട്ടിൽ നമ്മുടെ അമ്മയും ആദ്യമൊക്കെ വന്നിട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ രാവിലെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി വന്നിട്ട് അമ്മയ്ക്ക് ഓട്ടോ കൂലിയൊക്കെ കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്നിട്ട് ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയണം, ആൻറ്റി ഈ ഷർട്ട് എനിക്ക് ഇട്ടുതാ ആൻറ്റി എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, ആദി നിനക്കെന്താ തനിയെ ഇട്ടുകൂടെ, അങ്ങോട്ട് ഇട് എന്നിങ്ങനെ പറയണം. പ്ലീസ് ആൻറ്റി ഇട്ട് തന്നാൽ മതി, എനിക്ക് ഉടുപ്പ് ആൻറ്റി ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദി ചിണുങ്ങുകയാണ്. ശരിക്കും പറഞ്ഞ ശ്രുതിക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴും നമ്മുടെ മീര പറയണം, എന്താ ശ്രുതി ഇത്, അവൻ ചെറിയ കുട്ടിയല്ലേ, നിനക്കെന്താ ഇട്ട് കൊടുത്തൂടെ എന്നിങ്ങനെ പറയണം. മീര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയണം നമ്മുടെ ശ്രുതി. പിന്നീട് നമ്മുടെ ആദിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ശ്രുതിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ആദിയോട് പറയണം, ആദി നീ പഠിത്തത്തിലൊന്നും ഉഴപ്പരുത്, നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകണം കേട്ടോ, എന്നാലല്ലേ നീ നല്ല കുട്ടിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അതിനുശേഷം നമ്മുടെ ആദി പറയണം, ആൻറ്റി ഇനി എന്നാ ആൻറ്റി നമുക്കിപ്പം വരുന്നത്, ആൻറ്റി സ്കൂളിലേക്ക് വരണേ ആൻറ്റി വരാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും. എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരുടെയും അമ്മമാരാണ് സ്കൂളിൽ PTA വരുന്നത്, എനിക്ക് മാത്രം അമ്മയില്ല, അമ്മൂമ്മയല്ലേ വരുന്നത്, അത് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും, ആൻറ്റി വരണേ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് വല്ലാണ്ടാവുകയാണ്. പക്ഷെ എന്നാലും ശ്രുതി അതിങ്ങനെ ഒരു വല്ലാത്തൊരു ഫീൽഡിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, സമാധാനമായിട്ടിരിക്കെ, ഒരു ദിവസം ആൻറ്റി സ്കൂളിൽ വരാം, ഒരേ ഒരു ദിവസം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം അമ്മയോട് പറയണം, അമ്മേ ഇനി നിന്ന് താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അതായത് പുള്ളിക്കാരത്തേക്ക് ശ്രുതി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ അമ്മ പറയണം, അതേ കല്യാണി ഞാൻ പോവുകയാണ് എന്നിങ്ങനെ ഞങ്ങൾ പോവുകയാണിപ്പോൾ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അമ്മയും ആദിയും കൂടി ഓട്ടോ വിളിച്ച് പോകണം, പിന്നെ ഞാനും മീരയും കൂടി സ്കൂട്ടിയിൽ പൊയ്ക്കോളാം, കാരണം എനിക്കിപ്പോൾ നേരെ ഞാൻ നമ്മുടെ ബ്യൂട്ടി പാർലറിലല്ല പോകുന്നത്, ഇപ്പം ഞാൻ നേരെ എനിക്കൊരു ഫംഗ്ഷനുണ്ട്, ഞാൻ അതിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണെന്ന് ശ്രുതി പറയുകയാണ്. അങ്ങനെ ശ്രുതി നമ്മുടെ മീരയുടെ കൂടെ പോവുകയാണ്. അതേസമയം നമ്മുടെ അമ്മയാണെങ്കിലുണ്ടല്ലോ ഓട്ടോയിൽ കയറി ആദ്യം കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി ക്ഷേത്രത്തിൽ വരികയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് രേവതി പറയാണ്, എൻ്റെ ദേവി, ഞാൻ ഇതിനു മുമ്പും ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ തീരെ ഇഷ്ടമല്ലാതായിരുന്നു വിവാഹം കഴിച്ചത്, അദ്ദേഹം ഒട്ടും നല്ലവനല്ലെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം എൻ്റെ തെറ്റായ ധാരണയാണെന്ന്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ആ വീട്ടിലുള്ളവർക്കാർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ രാശിയില്ലാത്തവളെന്നാണ് എൻ്റെ അമ്മായിയമ്മ എന്നെ പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇന്ന് എൻ്റെ താലി മാറ്റി കെട്ടുന്ന ഒരു ചടങ്ങാണ്, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം, ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവണം, നല്ല ദാമ്പത്യ ജീവിതം കിട്ടണം, നല്ല കുട്ടികളെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ആദിയും മുത്തശ്ശിയും കൂടെ ഒരു ഓട്ടോയിൽ പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് ആ ഓട്ടോ അങ്ങ് നിന്ന് പോവുകയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ ഇറങ്ങിയിട്ട് വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇതിനി ഉടനെ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയാലേ പറ്റൂ, ഈ വണ്ടിയിൽ ഇനി യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അപ്പോൾ എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ പറയുകയാണ്, പൈസ 130 രൂപയായി, പക്ഷേ 100 രൂപ തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഓട്ടോ കൂലി കൊടുക്കുന്നു. എന്നിട്ട് ആദിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ആദിയുടെ അമ്മമ്മ. അപ്പോഴത്തേക്ക് ആദി പറയണം, അമ്മമ്മേ
എനിക്ക് വയ്യ ഇനി നടക്കുക, എൻ്റെ കാല് വേദനിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അമ്മൂമ്മ പറയണം, മോനെ കുറച്ച് ദൂരം കൂടെ നടന്നേ പറ്റൂ, അപ്പോഴേ ബസ് സ്റ്റോപ്പ് വരുള്ളൂ, ഇനിയിപ്പോൾ നടക്കാതിരിക്കാൻ പറ്റില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ഓപ്പോസിറ്റ് വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ കാണുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ ആൻറ്റി എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദിയുടെ മുത്തശ്ശി പറയുകയാണ്, ഞാനിവിടെ അടുത്ത് എൻ്റെ മോളെ കാണാനായിട്ട് വന്നതാണ്, എൻ്റെ മോൾക്ക് ഇവിടെയാണ് ജോലി, മോളെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയണം, ആൻറ്റി ഇപ്പോൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ വീട് വരെ ഒന്ന് വന്നിട്ട് പോവാം ആൻറ്റി, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു സംഭവം നടക്കുന്ന ദിവസമാണ്, ഞങ്ങളുടെ താലി മാറ്റി കിട്ടുന്നൊരു ചടങ്ങുണ്ട്, അതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ്, മോളെ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ, സച്ചി സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നു, അദ്ദേഹം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, പിന്നെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കി, അതേക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാം എന്ന് പറയുകയാണ്. അതിനുശേഷം രേവതി പറയുകയാണ്, ആൻറ്റി വരൂ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ ആദിയും കൊണ്ട് ആദിയുടെ മുത്തശ്ശി ചെല്ലുകയാണ് നമ്മുടെ രേവതിയുടെ ഒപ്പം. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാണ് അവർ വന്ന് ചന്ദ്രാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ഭാമയും ഇങ്ങനെ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഭാമ പറയാണ്, എൻ്റെ ചന്ദ്രേ ഇതെന്താ നീ കാണിക്കുന്നത്, നിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനല്ലേ ഇത്, എന്നിട്ട് നീ ഒന്നും പെരളാതെ എങ്ങും പെരളാതെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നാൽ എങ്ങനെയാണ്, ഈ വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ ഒത്തിരി വരും, അപ്പോൾ നീ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെ, അത് മാത്രമല്ല അകത്തൊരുപാട് ജോലിയുണ്ട്, അപ്പോൾ നീ അതൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഭാമ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, നിനക്കത്ര സങ്കടം ഉണ്ടെങ്കിലേ നീ പോയി ചെയ്യും, ഞാനിനി അകത്ത് ചെന്നിട്ട് ആ പൂക്കാര്യത്തേക്കുള്ളതൊക്കെ ഞാനിനി വെച്ചുണ്ടാക്കണോ, അതിന് എന്നെ കിട്ടില്ല, എൻ്റെ മരുമകളിങ്ങ് വരട്ടെ, എൻ്റെ ശ്രുതി വരുന്നതിന് മുമ്പായിട്ടേ ഇവളെ ഉണ്ടല്ലോ ഞാനിവിടെ നിന്ന് ഫിനിഷ് ചെയ്യും, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും ഞാൻ കിട്ടി. എൻ്റെ ചന്ദ്രേ അതൊന്നും നടക്കാൻ പോണില്ല, നീ കണ്ടോ ഭാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രേവതിയും അതുപോലെ ആദിയും മുത്തശ്ശിയും കുട്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ വെട്ടുപോത്ത് നോക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി പറയുകയാണ് ഭാമയോട്, നോക്ക് ഭാമേ, എൻ്റെ വീട്ടിൽ ഈ പൂക്കാരത്തിയുടെ സ്വന്തക്കാരികളൊക്കെയാണെന്ന് തോന്നുന്നു, ആരെയൊക്കെ കൊണ്ടുവരുന്നു, ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും, ശ്രുതി വന്നാൽ എങ്ങനെ ഇവരെയൊക്കെ കാണുമ്പോൾ ശ്രുതി എന്ത് കരുതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാമ പറയുന്നു, നീ ഒന്ന് വെറുതെ ഇരിക്കുക ചന്ദ്രേ എന്ന് പറയണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രേവതി അവരെയും കൂട്ടി അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ അച്ചാമ്മ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ അച്ചാമ്മ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അച്ചാമ്മയ്ക്ക് ആദിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ പറയണം, മോനെ ആദി, നീ നല്ല മിടുക്കനാണ് കേട്ടോ, എൻ്റെ മോനുള്ളത് കൊണ്ടാണ് ഇന്നെൻ്റെ രേവതി മോക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മോളിങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ അച്ചാമ്മ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വരികയാണ്. അങ്ങനെ നമ്മുടെ ആദിക്കുട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അച്ചമ്മ പറയണം, മോനെ ഇവനുണ്ടായത് കൊണ്ടാണ് രേവതി മോൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, ഈ കുഞ്ഞാണ് ആ സമയത്ത് സച്ചിയെ ചെന്ന് വിവരം അറിയിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മോളിന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയണം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഒട്ടും പിടിക്കുന്നില്ലോ, ഇങ്ങനെ ഇരുന്ന് പെരുവിക്കെട്ടേണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മടിയിൽ കൊണ്ടിരുത്തിയിട്ട് കൊഞ്ചിക്കുകയാണ്, ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറയുകയാണ്, മോളെ നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ രേവതി അവരെയൊക്കെ കൂട്ടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രമതി ഭാമയോട് പറയുന്നു, നോക്ക് ഭാമേ, എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ല, ആ പൂക്കാരി അവളെ വീട്ടിലുള്ളവരെയും അവളെ ബന്ധുക്കളെയും വഴിയെ പോയവരെയും അത്രയും ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടില്ലേ, ഞാനിത് ഇങ്ങനെ സഹിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭാമയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയുടെ ബെഡ്റൂമിൽ കൊണ്ടുപോവുകയാണ്. ആദ്യക്കുട്ടന് കുതിക്കുന്ന ബെഡ് കണ്ടപ്പോൾ ആദ്യക്കുട്ടന് ഭയങ്കര സന്തോഷമാവുകയാണ്. അവൻ അതിവിടെ കിടന്നിട്ട് ഇങ്ങനെ തലയും കുത്തി മറിയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും കുറേ താമസിക്കും, ആദ്യ കുഞ്ഞല്ലേ അവന് നന്നായിട്ട് വിശക്കും, ഞാൻ പോയി അവന് ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശിയെ കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി അത് വാരി നിർബന്ധിച്ച് കൊടുക്കുകയാണ് കുഞ്ഞിന്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ചന്ദ്രമതി ഇങ്ങനെ എങ്ങും പെരളാതെ നിൽക്കുകയാണ്. അങ്ങനെ അച്ചമ്മ നമ്മുടെ ചന്ദ്രമതിയെ വിളിച്ചിട്ട് വഴക്ക് കൊടുക്കുകയാണ്. ചന്ദ്രേ, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്, നിൻ്റെ വീട്ടിൽ നടക്കുന്നൊരു ഫംഗ്ഷൻ അല്ലേ,
നീ ഇതെന്ത് വേഷമായി എടുത്തിരിക്കുന്നത്? നീ അതെടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയുള്ളൊരു സാരി എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, എനിക്കിപ്പോൾ ഈ സാരിയൊക്കെ മതി, എനിക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, എന്നെ കാണുന്നവർ കണ്ടാൽ മതി എന്നിങ്ങനെ ചന്ദ്രമതി പറയണം. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണം, ചന്ദ്രേ നീ ഇങ്ങനെ നിന്നാൽ പോരാ, നീ മര്യാദയ്ക്ക് പോയി നിൻ്റെ മരുമകളെ അണിയിച്ചൊരുക്ക്. എനിക്ക് പറ്റില്ല, ഞാൻ ആരെയും ഇപ്പം അണിയിച്ചെടുക്കാനൊന്നും പോണില്ല. ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ വേണം നിൻ്റെ മരുമകളെ അണിയിച്ച് കൊണ്ടുവരാനായിട്ടുള്ള. എന്തിനണിയിക്കണം? ഇതിന് കല്യാണമൊന്നും അല്ലല്ലോ, താലിയൊന്നും മാറ്റി കിട്ടുന്നു എന്നല്ലേ ഉള്ളൂ. അത് നിനക്കത്രേ ഉള്ളായിരിക്കും, നമുക്കിത് കല്യാണം പോലെ തന്നെയാണ്, നീ ചെല്ല് എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, എനിക്ക് ഒരുക്കാനൊന്നും അറിയില്ല. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക, അവൾ ചെയ്യണ്ട, അവൾക്ക് വയ്യെങ്കിൽ അവൾ ചെയ്യണ്ട, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവളെയൊക്കെ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പെരുവിക്കെട്ടി ദേഷ്യപ്പെട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രുതി വരികയാണ്, മീര ശ്രുതിയും കൊണ്ട് വരികയാണ്. മീര ശ്രുതിയും കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂട്ടിയിൽ വന്നിറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ മീരയെ ശ്രുതി ഒരുപാട് നിർബന്ധിക്കുകയാണ്, നീ ഒന്ന് നില്ലടി, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ മീരയോട് ശ്രുതി പറയുകയാണ്, നീ ഒന്ന് നിൽക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീര പറയണേ, വേണ്ട, നീ പറയുന്ന കള്ളങ്ങളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കേട്ടോണ്ടിരിക്കുകയാണ്, ഇനി നീ ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും കള്ളം പറയുന്നത് കേൾക്കാനല്ലേ, അതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം അവിടെയാണെങ്കിൽ ആദികുട്ടൻ രേവതിയുടെ ബെഡ്റൂമിലുണ്ട്, അമ്മ ഭക്ഷണമൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ശ്രുതി ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ പുകലുണ്ടാവും എന്നുള്ള കാര്യം, ഇനി കല്യാണം മുടങ്ങൂ, ഇനി പിന്നെ നമ്മുടെ ആദി വന്നിട്ട് നമ്മുടെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വന്ന് കെട്ടിപ്പിടിക്കുമോ, ഇനി എന്തൊക്കെ പുകലുകൾ ഉണ്ടാവും എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇനി നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വീഡിയോ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ചില ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വീട്ടിലില്ലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയൊരു അന്തരീക്ഷമല്ലായിരുന്നു, കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതാണ് ഞാൻ അന്തരീക്ഷം, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, എന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. ഇനി എന്താ, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, അതുപോലെ ഗുഡ് നൈറ്റ്, ബൈ.